നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു പുതിയ വേദഭാഗത്തിൽ നിന്നുള്ള പഠനം ആരംഭിക്കുകയാണ്. പുതിയ നിയമത്തിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇനി തീർക്കാനുള്ളത്. അതിൽ തെസ്സലോനിക്കരുടെ ലേഖനം 1, 2 ലേഖനങ്ങൾ, നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനം ഇപ്പോൾ ഹാർവസ്റ്റ് ടിവിയിൽ വരുന്നുണ്ട്. അതുടനെ നമ്മുടെ യൂട്യൂബിൽ അത് അപ്ഡേറ്റഡ് ആകുന്നതായിരിക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നുള്ള ചില തോട്ട്സ് മാത്രം, ഇത് വാക്യം പ്രതിവാക്യമായിട്ട് നമ്മൾ പോകുന്നില്ല. പ്രധാനപ്പെട്ട ചില തോട്ട്സ് മാത്രം ആണ് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ പൗലോസിന്റെ ലേഖനങ്ങളിലൂടെ നോക്കുമ്പോൾ കാണുന്ന ചില പൊതുവായ കാര്യങ്ങൾ നമുക്ക് ഇവിടെയും കാണുവാൻ സാധിക്കും. ഇത് എഴുതുമ്പോൾ തിമോത്തിയോസ് പൗലോസിന്റെ കൂടെ ഉണ്ട്. ഇവിടെയും നമ്മൾ കാണാം പൗലോസ് പൊതുവായ ലേഖനങ്ങളിലൂടെ കാണുന്ന ചില പ്രത്യേകതകൾ. പൗലോസ് ഇവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എന്നുള്ള ആ ഒരു പ്രസ്താവന അതെപ്പോഴും കാണാം. കാരണം ഒരിക്കലും പൗലോസ് ഒരു പൊസിഷൻ ഓഫ് ഹയർ സ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് അല്ല സംസാരിക്കുന്നത്. എപ്പോഴും ഒരു ഇക്വാലിറ്റിയുടെ ബേസിസിലാണ് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ആർക്ക് എഴുതിയാലും അവരെ വളരെയധികം ഉയർത്തി ബഹുമാനത്തോടെ ആണ് ഈ എഴുത്തുകളെല്ലാം എഴുതുന്നത്. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പൗലോസ് ഒരിക്കലും ഒരു അധികാരം സ്ഥാപിക്കുന്നില്ല എന്നുള്ളതാണ്. കൊരിന്ത് സഭയോട് സംസാരിക്കുക മാത്രമാണ് അവര് പൗലോസ് പറയുന്നത് കേൾക്കണമെന്ന് പറയുന്നത്, നിർബന്ധിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ചില സമയത്ത് ഈ പ്രസംഗം കേൾക്കണോ വേണ്ടോ എന്നൊക്കെയുള്ള കാര്യം പറയേണ്ടി വരുന്നതിന്റെ കാരണം 100,000 തരം പ്രസംഗങ്ങൾ നമ്മുടെ മൈൻഡിനെ ക്ലൗഡ് ചെയ്യാൻ, പലതരം ആശയങ്ങൾ, ഈ ആശയങ്ങളുടെ സമൃദ്ധിക്കകത്തേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ലഭിക്കുന്ന ആ ഒരു ലജ്ജയോ ആ ഒരു ഷെയ്മോ അല്ല, ഈ വചനത്തിന്റെ പാണ്ഡിത്യം എന്നുള്ള ആ ഒരു എൻജോയ്മെന്റിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്. കൊരിന്ത് സഭയിൽ അങ്ങനെ അനേകം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അനേകം ടീച്ചേഴ്സ് ഒന്ന് ഓരോരുത്തരും അവരവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ അനേകം ടീച്ചേഴ്സ് ഒന്ന് അവരവരുടെ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടാക്കുന്ന ഒരു പരിപാടി. അപ്പോൾ പൗലോസിന് ശരിക്കും വേറൊരാൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ലോ എന്നുള്ളതിനേക്കാളും ഇതിനകത്ത് പൗലോസിന്റെ ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു വിഷയം. ഈ പൗലോസിന്റെ ഒരു ഗ്രൂപ്പ് അതിനിടയിലുണ്ട്. ഇതെല്ലാം ചേർത്താണ് പൗലോസ് സംസാരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അനേകം ആളുകളുടെ ആശയങ്ങൾ നമ്മുടെ ബ്രെയിനിനകത്തോട്ട് കയറുകയാണ്. അതിൽ പലതും ഈ പത്യോപദേശത്തിന് വിരുദ്ധമായതും ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു അഡ്വൈസറി, ഞങ്ങൾ ഉപദേശിച്ചല്ല വേറൊന്ന് ഉപദേശം കേൾക്കരുതെന്ന് ഗലാത്യ ലേഖനത്തിലും കൊരിന്ത് ലേഖനത്തിലും ഒക്കെ പൗലോസ് സൂചിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഒരു വില എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ്, ഞാൻ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരിലൊട്ടും ചെറിയവനല്ലെന്നും എനിക്ക് നിയോഗമുണ്ടെന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന അധികാരത്തോടെ കർത്താവ് പറഞ്ഞു വിട്ടിട്ടാണെന്നൊക്കെ പറഞ്ഞ് പൗലോസ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ ആളുകൾ പല രീതിയിലുള്ള ഉപദേശങ്ങളിൽ വീണു പോകുന്നു എന്നുള്ളത് കൊണ്ടും കൂടെ. അപ്പോൾ ഏകാഗ്രമായ ഒരു ഉപദേശ രൂപം അനുഗമിക്കേണ്ടതും അനുസരിക്കേണ്ടതും നമ്മുടെ കടമയാണ്. പിന്നെ ഇതിനകത്തുള്ള വേറൊരു പ്രോബ്ലം ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറയാനിടയായത്, നമ്മുടെ പേഴ്സണൽ മെഡിറ്റേഷനെ ഒരിക്കലും ഈ ബൈബിൾ സ്റ്റഡി ബാധിക്കരുത് എന്നുള്ളതാണ്. ഈ തിമോത്തിയോസിന്റെ തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവർ ആ 1-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻസൈറ്റ് അതൊരിക്കലും ഞാൻ പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. പ്രസംഗം എന്ന് പറയുന്നത് എപ്പോഴും ഒരു എക്സിജസിസിന് നമ്മളെ സഹായിക്കുന്ന ഒരു പുറം ചട്ടമ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫ്രെയിംവർക്ക് മാത്രം. വചനത്തിന്റെ പഠനം നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ തന്നെ പ്രസംഗിക്കുമ്പോൾ ഒരു വചനധ്യാനമല്ല നടത്തുന്നത്. ആ വചനത്തിന്റെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിന്റെ ഒരു ഗൈഡ് മാത്രമാണ് ഈ ഏതൊരാളുടെ പ്രസംഗവും. അപ്പോൾ ശരിക്കും നമ്മളത് പഠിച്ച് മനസ്സിലാക്കി സ്വന്തമായ ഒരു മെഡിറ്റേഷൻ എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഒത്തിരി വചനം സംസാരിക്കപ്പെടുന്ന സഭയിൽ ഉള്ള ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് പലപ്പോഴും
ഈ സ്വന്തമായ ഒരു പേഴ്സണൽ സ്റ്റഡി ആവശ്യമില്ല എന്ന് തോന്നുന്നു. റോമാലേഖനം 1-ാം അധ്യായം ഓക്കെ, അത് ഓൾറെഡി ഉണ്ട്, അല്ലെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെതായ ഒരു സ്റ്റഡി വേണം, ഞാൻ ഇതിൻ്റെ പുറകെ ഇരിക്കണം എന്നൊരു ചിന്ത പല ആൾക്കാർക്കും വരാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് പലരും ഇത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ചർച്ചിലെ ആൾക്കാരായാലും ബൈബിൾ വായിക്കുന്നതായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ വായിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ബൈബിൾ വായിക്കുന്നതായിട്ട് തോന്നുന്നില്ല, അല്ല ഈ പ്രസംഗം കേൾക്കുന്നേ ഉള്ളൂ. ത്രൂ പ്രസംഗം യു ആർ ഗെറ്റിംഗ് സാച്ചുറേറ്റഡ്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത്, ഈ പ്രസംഗങ്ങളിലൂടെ ഒരിക്കലും നമുക്ക് വ്യക്തിപരമായ ഒരു കണക്ഷൻ ദൈവമായിട്ട് ഉണ്ടാകത്തില്ല. സോ വി നീഡ് ടു സീ ഹൗ മച്ച് യു നീഡ് ടു ലിസൺ ആൻഡ് ഹൗ മച്ച് യു ഹാവ് ടു what you call listen from God directly. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിന്റുകളിലൂടെ മാത്രം നമ്മുടെ 1 തെസ്സലോനിയൻസിന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു പോകുന്നു. എങ്ങനെയാണ് ശരിക്കും ഒരു യഥാർത്ഥ രക്ഷ അനുഭവിച്ച ഒരാൾ അതെങ്ങനെയായിരിക്കും അയാൾ ജീവിക്കുന്നത്, അതെങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ എവിഡൻസ്ഡ് ആകുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പൊ പ്രധാനമായിട്ടും അവിടുത്തെ ചർച്ചാ വിഷയം ഇതാണ്. ഒരാൾ വിശ്വസിയായാൽ, ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ ഒരു ഒതന്റിക് ഗോസ്പൽ കൺവേർഷൻ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, എന്തെല്ലാം തെളിവുകളാണ് ആളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്, ആ കൺവേർഷൻ എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നമുക്കറിയാം, പതിവ് പോലെ ഒരു സല്യൂട്ടേഷൻ ഉണ്ട്. ആ സല്യൂട്ടേഷനിൽ കർത്താവിനെയും മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ കൃപയും സമാധാനവും എന്നുള്ള ആ പ്രയോഗമുണ്ട്. കൃപ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അത് ജസ്റ്റ് അൺമെറിറ്റഡ് ഫേവർ മാത്രമല്ല, അത് നമ്മളിൽ വർദ്ധിച്ചു വരേണ്ട ദൈവത്തിന്റെ തേജസ്സിന്റെയും കൂടെ ഒരു സൂചനയാണ്. നമ്മൾ കൂടുതൽ കൃപയോടെ സംസാരിക്കുന്നവരും, കൂടുതൽ കൃപയോടെ കാണപ്പെടുന്നവരും, കൂടുതൽ മറ്റുള്ളവരെ ആകർഷിക്കുന്നവരും, ക്രിസ്തുവിന്റെ അലൗകികമായ ആ സൗന്ദര്യത്താൽ ആകർഷിക്കുന്നവരുമാകണമെന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊരു വാക്ക് പറയുമ്പോൾ ആളുകൾക്ക് ആശ്വാസം തോന്നണം, അതിന് കൃപ എന്ന് പറയുന്നത്. നമ്മൾ ഒരാളുടെ കൂടെ സംസാരിക്കുമ്പോൾ അയാൾക്ക് വിഷമം ഉണ്ടാകരുത്, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായി അയാൾ ഇറങ്ങി ഓടണം തോന്നരുത്, നമ്മുടെ കൂടെ ഇരിക്കാൻ തോന്നും, നമ്മൾ സംസാരിക്കുന്ന കേൾക്കാൻ തോന്നും. ഇത് കൃപയാണ്. കർത്താവിന്റെ കൂടെ അങ്ങനെ ആയിരുന്നു. കർത്താവിന്റെ കൂടെ എത്ര ഇരുന്നാലും ശിഷ്യന്മാർക്ക് മതിയാവുകയില്ലായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the Lord was always so loving and he was full of grace. ഈ ഗ്രേസ് എന്ന് പറയുന്നത് നമ്മളിൽ വന്ന് നിറയട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ശരിക്കും അവൈലബിൾ ആവുകയും നമ്മൾ അവർക്ക് ആശ്വാസവും സമാധാനവും ആകർഷണവും, ക്രിസ്തുവിന്റെ അലൗകികമായ ആകർഷണവും അവർക്ക് നൽകുകയും വേണമെന്നുള്ളതാണ് ഈ കൃപയുടെ പെരുക്കം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. തിയോളജി cannot be learned in isolation of our life. It cannot be learned. Even Bible, you cannot learn the Bible without it changing your life. നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാതെ നമുക്ക് ബൈബിൾ ഒരിക്കലും പഠിക്കാൻ സാധ്യമല്ല. അപ്പോൾ കൃപയും സമാധാനവും നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ളൊരു സമാധാനം നമ്മളിൽ അത് വർദ്ധിച്ചു വരട്ടെ. പല ആളുകൾക്കും കുറച്ച് കഴിയുമ്പോൾ ദൈവമായിട്ടുള്ള സമാധാനം ഇല്ലാതായി പോകും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല വിധത്തിൽ ദുർമനസാക്ഷിയുള്ളവരും കർത്താവിന് മുമ്പിൽ നല്ലപോലെ ജീവിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വരികയും നമ്മുടെ ലൈഫിൽ ഒരു ഇന്നർ പീസ് ഇല്ലാതെ പോവുകയും ഈ ലോകത്തിലെ പലവിധ കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെട്ട് നമ്മൾ ആ പീസ് നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരായിട്ട് മാറും. പൗലോസ് പറയാണ്, പീസും കൃപയും നമുക്ക് എല്ലാ സമയത്തും അനുഭവിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പൗലോസ് ഈ വാക്യങ്ങളിലൂടെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ സഭ നിലനിൽക്കുന്നത് മനുഷ്യന്റെ പ്രയത്നത്തിലോ മനുഷ്യന്റെ തീരുമാനത്തിലോ അല്ല, അവന്റെ കൃപയിലും അവൻ നൽകുന്ന സമാധാനത്തിലുമാണ്. മനുഷ്യരുടെ ഒരു എഫേർട്ടിനാലുമല്ല നമ്മുടെ സഭകൾ ഉണ്ടാകുന്നത്, അതെല്ലാം കർത്താവിന്റെ കൃപയാൽ സംഭവിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ, പിന്നെയും 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം അതിനകത്ത് നിഴലിച്ചു വരുന്ന വിശ്വാസമാണ്. വിശ്വാസവും പ്രവൃത്തിയും നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2-3 വാക്യങ്ങൾ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും. അപ്പം വിശ്വാസം ഈസ് കണക്റ്റഡ് ടു വേല. വിശ്വാസം ഈസ് നോട്ട് കണക്റ്റഡ് ടു what you call laziness. വിശ്വാസം എപ്പോഴും എന്തിനോട് കണക്റ്റഡ് ആണ്? വിശ്വാസം
വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും. അപ്പൊ പ്രയത്നമുണ്ടോ? ഉണ്ട്. അധ്വാനമുണ്ട്. വിശ്വാസത്തിനും സ്നേഹത്തിനും അധ്വാനമുണ്ട്. സ്നേഹത്തിന് അധ്വാനമുണ്ട്. ഇപ്പൊ നമ്മളൊരാളെ ഹോസ്പിറ്റലിൽ കിടക്കുവാണെങ്കിൽ സ്നേഹം ഉണ്ടായാൽ അധ്വാനമുണ്ട്, അല്ലെങ്കിൽ ചുമ്മാ വീട്ടിലിരുന്നാൽ മതി. സ്നേഹം വരുമ്പോൾ അധ്വാനം വരും. അപ്പോൾ അതുപോലെ തന്നെ വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ടോ? വേലയുണ്ടോ? ഉണ്ട്. ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ വേല, സ്നേഹത്തിന്റെ പ്രയത്നം. ഓക്കെ. പിന്നെ മൂന്നാമതൊരു കാര്യം പറയുന്നുണ്ട്, മൂന്നാം വാക്യത്തിൽ പ്രത്യാശയുടെ സ്ഥിരത. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് മൂന്നും എന്താണ് നമുക്ക് തരുന്നത്? വിശ്വാസം നമ്മെ പണിയെടുക്കുന്നവരാക്കി മാറ്റുന്നു. സ്നേഹം ആ പണിയെ മനോഹരമാക്കും. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവർ, കർത്താവിന്റെ വേലയിൽ, രാജ്യത്തിൽ അധ്വാനിക്കുന്നവർ കർത്താവിനോടുള്ള സ്നേഹത്തിൽ അത് ചെയ്യുമ്പോൾ അത് കൂടുതൽ മനോഹരമായി മാറുന്നു. സ്നേഹത്തിന്റെ പ്രയത്നം, വിശ്വാസത്തിന്റെ വേല. അപ്പൊ പ്രയത്നം എന്ന് പറയുന്നതിനകത്ത് ഒരു മനുഷ്യന്റെ എഫേർട്ട് ഉണ്ട്. ഈ മനുഷ്യന്റെ എഫേർട്ട് എന്ന് പറഞ്ഞ, പ്രയത്നം എന്ന് പറഞ്ഞ ഒരു കഠിനമായ ഒരു എഫേർട്ട് അതിനകത്ത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഇറ്റ്സ് എൻ ഇന്റൻസ് ലേബർ. ഫെയ്ത്ത്, വർക്ക്, ലവ്, ലേബർ. ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന വേദന പോലെ. ആ വേദനയ്ക്ക് ഒരു അർത്ഥമുണ്ട്. കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ അനുഭവിച്ച വേദന, നമ്മളെ ഓർത്തുകൊണ്ട് അനുഭവിച്ച വേദന, ആ വേദനയ്ക്ക് ഒരു അർത്ഥമുണ്ട്. അതൊരു ലേബറാണ്, അതൊരു പ്രയത്നമാണ്, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അടുത്തത് ഹോപ്പ്, പ്രത്യാശ. പ്രത്യാശ നമുക്ക് എന്താ തരുന്നത്? സ്ഥിരത നൽകുന്നു. അപ്പൊ നമുക്ക് കർത്താവിന്റെ അടുത്ത് പോകുമെന്നുള്ള ഉറപ്പ്, തേജസ്കരിക്കപ്പെടുമെന്നുള്ള ഉറപ്പ്, അതിനുള്ള ദാഹം നമുക്ക് എന്ത് നൽകുന്നു? ഓരോ നിമിഷവും നമുക്ക് സ്ഥിരമായ ഒരു ജീവിതം, കർത്താവിന് മുമ്പിൽ സ്ഥിരമായ ഏറ്റക്കുറച്ചുകൾ ഇല്ലാത്ത ഒരു ലൈഫ് നമുക്ക് തരുന്നു. അപ്പോൾ ഇത് രക്ഷ പ്രവൃത്തിയാലെന്നുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. വി ഹാവ് എ ഫെയ്ത്ത് ദാറ്റ് വർക്ക്സ്. നമുക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം പ്രവർത്തിക്കുന്ന വിശ്വാസമാണ്. ഓക്കെ, പ്രവർത്തിക്കുന്ന വിശ്വാസമാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 13-ാം വാക്യത്തിൽ പറയുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ, ഈ ഒരു യഥാർത്ഥ കൺവേർഷൻ അനുഭവം ഉള്ള ഒരാളെ സംബന്ധിച്ച് അതെങ്ങനെയാണ് അയാൾക്ക് ജീവനായിട്ട് മാറുന്നതെന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വർക്ക് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്? ഈ വർക്ക് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വർക്ക് ബേസ്ഡ് റൈച്ചസ്നെസ് അല്ല, റൈച്ചസ്നെസ് ബേസ്ഡ് വർക്കാണ്. തിരിച്ചാണ്. ഫെയ്ത്ത് ബേസ്ഡ് വർക്ക് അല്ലെ, വർക്ക് ബേസ്ഡ് റൈച്ചസ്നെസ് ഇല്ല. അങ്ങനെ ഒരു റൈച്ചസ്നെസ് ഇല്ല. റൈച്ചസ്നെസ് ബേസ്ഡ് വർക്ക്. എന്താണ് അതിന്റെ വ്യത്യാസം? പ്രവൃത്തിയാൽ നീതിയല്ല, നീതിയാൽ പ്രവൃത്തി. ഒരാൾ പ്രവർത്തിച്ച് നീതിമാനാവുകയല്ല, നീതിമാനായതുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. സോ പ്രവൃത്തി ഈസ് എ റിസൾട്ട് ഓഫ് അവർ റൈച്ചസ്നെസ്. പ്രവൃത്തി ഈസ് നോട്ട് എ ടൂൾ ടു മേക്ക് യു റൈച്ചസ്. ഇൻസ്റ്റെഡ്, വർക്ക്സ് ആർ എ റിസൾട്ട് ആൻഡ് ഫ്രൂട്ട് ഓഫ് വി ബിക്കമിങ് റൈച്ചസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. അത് ഫലം പുറപ്പെടുവിക്കുന്നതും മറ്റുള്ളവർക്ക് കാണാവുന്നതും, അതാണ് കൃപ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റുള്ളവർക്ക് കാണാവുന്നതും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് യഥാർത്ഥ രക്ഷാകരമായ വിശ്വാസം. ഇപ്പൊ രക്ഷാകരമായ വിശ്വാസത്തിന് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും? ഒന്ന്, അത് ഫലം പുറപ്പെടുവിക്കുകയും, മറ്റൊന്ന് നമ്മൾ തുടർച്ചയായി അത് അധ്വാനിപ്പിച്ചുകൊണ്ടിരിക്കുകയും, 3, അത് നമ്മൾ മറ്റുള്ളവർക്ക് അത് വിസിബിൾ ആവുകയും. ഫെയ്ത്ത് ഈസ് വിസിബിൾ. അവർ ഫെയ്ത്ത് ഈസ് വിസിബിൾ. അതൊരു അകത്ത് മാത്രം ഇരിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ആ ഫെയ്ത്ത് കാണുവാൻ ഇടയാകും. ഇറ്റ് ഈസ് വിസിബിൾ. ഓക്കെ, അത് എങ്ങനെ വിസിബിൾ ആകുന്നു? അത് കൃപയാൽ അത് വിസിബിൾ ആകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വാക്യങ്ങളിലൂടെ കാണുന്നത്. ഇനി എല്ലാ പുസ്തകങ്ങളിലും പൗലോസ് പറഞ്ഞിരിക്കുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ഓക്കെ, എങ്ങനെയാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് 4ഉം 5ഉം വാക്യങ്ങളിൽ പറയുന്നത്? ഇവിടെ 4-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. അപ്പൊ സ്നേഹം എവിടെ നിന്നാണ് വന്നത്? ദൈവത്തെ സ്നേഹിക്കുന്ന സഹോദരന്മാരെ എന്നല്ല, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ നമ്മുടെ ഒരു പ്രത്യേകത എന്താണ്? ദൈവത്താൽ നമ്മൾ സ്നേഹിക്കപ്പെട്ടവരാണ്. അതെന്തുകൊണ്ടാണ് നമുക്കറിയത്? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെ നമ്മൾ സഹോദരന്മാരായതാണ്. ഓക്കെ, അപ്പോൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. അപ്പോൾ എലക്ഷൻ എന്നുള്ളൊരു വാക്ക്, ആ തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു വാക്ക് നമുക്ക്
ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഫോർ വി നോ ബ്രദേഴ്സ് ലവ്ഡ് ബൈ ഗോഡ് ദാറ്റ് ഹി ഹാസ് ചോസൺ യു. ഫോർ വി നോ ബ്രദേഴ്സ് ലവ്ഡ് ബൈ ഗോഡ് ദാറ്റ് ഹി ഹാസ് ചോസൺ യു. അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവത്താൽ നിങ്ങൾ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മളോട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, തെസ്സലോനിക്ക സഭയോട് പറഞ്ഞ അതേ വാക്യങ്ങൾ, വി ആർ എലക്റ്റഡ് ബൈ ഗോഡ് ഇൻ ലവ്, ഹിസ് എലക്ഷൻ വാസ് ഇൻ ലവ്. അവൻ നമ്മെ സ്നേഹത്തിൽ തെരഞ്ഞെടുത്തു എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അതുപോലെ ഇത് ഒരു പാസ്റ്ററൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ പലപ്പോഴും, ഞാൻ പല ആൾക്കാരോട് ഇങ്ങനെ പണ്ടൊക്കെ തർക്കിക്കുമായിരുന്നു ഇലക്ഷനെ കുറിച്ച്. ഇലക്ഷനെ കുറിച്ച് തർക്കിക്കുമ്പോൾ ആൾക്കാർ പറയും, മനുഷ്യനാണ് തെരഞ്ഞെടുക്കുന്നത്, മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അവന് ഫിലോസോഫിക്കലായിട്ട് അതിനെ മറുപടി പറയാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം അതെങ്ങനെയാണ് ഫിലോസോഫിക്കലായിട്ടുള്ള മറുപടി പറയുന്നത്? ഓക്കെ, ആദ്യം സംഭവിക്കുന്നത് ദൈവത്താലാണോ രക്ഷ, അതോ മനുഷ്യന്റെ ആണോ ആദ്യത്തെ ഇനിഷ്യേഷൻ ഓഫ് ഫെയ്ത്ത്? നിങ്ങൾക്കത് ശ്രദ്ധിച്ച് കേട്ടാലേ ഞാൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലാവുള്ളൂ, കാരണം എന്റെ ഭാഷ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ ചില ആൾക്കാർ പറയും ദൈവം മുന്നറിഞ്ഞിട്ടാണ് തിരഞ്ഞെടുത്തത്. അതായത് മുന്നമേ അറിഞ്ഞു ഇവൻ വിശ്വസിക്കും, എന്നാ പിന്നെ തിരഞ്ഞെടുത്തേക്കാം, വിശ്വസിക്കുമല്ലോ, അവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ, അവൻ ഇത്രയും സുവിശേഷം കേട്ടാൽ അവൻ വിശ്വസിക്കും, നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കാരണം ഒരു മനുഷ്യനെ പ്രഷറിൽ, അങ്ങനെ ഞാനും വിശ്വസിച്ചിട്ടുണ്ട്, ഒരു പ്രഷറിൽ എത്തിച്ചാൽ, ഇത്ര പ്രഷറിൽ കൊടുത്താൽ അവനൊരു എന്താ പറയുന്ന ഒരു ഇമ്പസൈലാക്കാതെ, ഒരു മണ്ണുണ്ണിയാക്കാതെ, മലയാളം ഭാഷയിൽ പറഞ്ഞാൽ, അവനെ പെഴ്സുവേഷനിലൂടെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് കർത്താവിന് അറിയാമെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ജോൺ തോമസ് പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു മനുഷ്യനെ നല്ലതായിട്ട് കണ്ട് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. മെറിറ്റ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു മനുഷ്യനിൽ റെസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ മനുഷ്യനിലൊരു റെസ്റ്റ് ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ മറ്റുള്ളവരെക്കാൾ എന്തോ അർത്ഥത്തിൽ ബെറ്റർ ആയിരുന്നു എന്നാണ്. അപ്പൊ ബെറ്റർ ആൾക്കാരെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയേണ്ടി വരും. ഇതിനാണ് നമ്മൾ ഫിലോസോഫിക്കൽ ആൻസർ എന്ന് പറയുന്നത്. എനിക്കും ഈ സ്ട്രഗിൾ ഉണ്ട്. ഇതിങ്ങനെ ആയാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഫിലോസോഫിക്കൽ ആൻസർ പറഞ്ഞ അങ്ങനെയാണ്, ദൈവം നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഒരു മനുഷ്യനെ നല്ലവരായിട്ടോ മറ്റൊരാളേക്കാൾ മെറിറ്റുള്ള ആളായിട്ടോ കാണുന്നില്ല. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവപ്രസാദം ഇല്ലാത്തവരായി നാശത്തിൽ കിടക്കുന്നു. അപ്പൊ ദൈവം കുറെ ആൾക്കാരെ മുന്നമേ കണ്ടാലും ആ കുറെ ആൾക്കാരെ പാപികളായിട്ടും നരകത്തിൽ പോകുന്നവരായിട്ടും മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ബൈ ദെയർ ഓൺ എഫേർട്ട് നോ വൺ ക്യാൻ ബി സേവ്ഡ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഫിലോസോഫിക്കലി പറയുന്ന മറുപടിയാണ് കേട്ടോ ഇത്. ഇനി പാസ്റ്ററലി മറുപടി പറയാം. ഒരു പാസ്റ്റർ എങ്ങനെ മറുപടി പറയും? അതാണ് ഇവിടെ കാണുന്നത്. കർത്താവ് നമ്മളെ സ്നേഹിച്ചു, തെരഞ്ഞെടുത്തു, അത്രയേ ഉള്ളൂ. നോ ഫിലോസഫി, നത്തിങ്. ഇറ്റ് ഈസ് ദ ലവ് ഓഫ് ഗോഡ് ദാറ്റ് എലക്ടഡ് us. പൗലോസ് ഇവിടെ ഒരു പാസ്റ്ററൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് പറയാണ്, ഓക്കെ, ദൈവം നിങ്ങളെ സ്നേഹിച്ചു, ഞാൻ എൻ്റെ ആളുകളെ അറിയുന്നു, തെരഞ്ഞെടുത്തു, ദാറ്റ്സ് ഓൾ, ഫുൾ സ്റ്റോപ്പ്. വേറെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ സാധ്യമല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ പുറകിലുള്ള സ്നേഹം, അത് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് വരുന്നത്. ഓക്കെ, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരെ സുവിശേഷം പ്രചരിപ്പിക്കുമ്പോൾ വെറും വാക്കുകളായിട്ടല്ല അത് വന്നത് എന്നവിടെ പറയാം. അതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അതായത് ഒരു ഫിലോസോഫിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല, ഒരു തത്വചിന്താപരമായ ഒരു കാര്യമായിട്ടല്ല നിങ്ങളുടെ ഇടയിൽ സുവിശേഷം വന്നത്. അതൊരു ഭയങ്കര ശക്തിയോടെയും പിന്നെ ബഹുനിശ്ചയത്തോടെയും പരിശുദ്ധാത്മാവിന്റെ പവറോട് കൂടിയാണ് വന്നത്. അപ്പൊ നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ പവർ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴും പറയില്ലേ പവർ. എന്തായിരുന്നു ഈ പവർ? എന്തായിരുന്നു ഈ ബഹുനിശ്ചയം? നമുക്കൊന്ന് നോക്കാം. തൊട്ടടുത്ത വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. എന്താ പറയുന്നറിയോ? നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങൾ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. അതാണ് അതിന്റെ പവർ.
എങ്ങനെയാ പവർ വരുന്നത്? നമ്മൾ ശബ്ദം കൂട്ടുമ്പോഴല്ല പവർ വരുന്നത്. അതല്ല പരിശുദ്ധാത്മാവിന്റെ പവർ. ഞാനിപ്പോ നല്ലൊരു അലറി വിളിച്ച ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ പവറാന്ന് വിചാരിക്കരുത്. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പവർ അവരെന്താ ചെയ്തത്? ശക്തിയും പരിശുദ്ധാത്മാവും ബഹുനിശ്ചയത്തോടും കൂടി നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. അതാണ് എന്റെ എക്സ്പ്ലനേഷൻ. അപ്പൊ സുവിശേഷമായിട്ട് പോകുന്ന ഒരാള് എങ്ങനെയാണ് അവിടെ പെരുമാറുന്നത്, അതാ സുവിശേഷത്തിന്റെ ശക്തിയാണ്. ഇത്രയേ ഉള്ളൂ. കൊരിന്ത് സഭയിൽ പൗലോസ് ചെല്ലുമ്പം, ഇത് തെസ്സലോനിക്കർക്കുള്ളതാണ് ഞാൻ പറഞ്ഞ, കൊരിന്ത് സഭയിൽ പൗലോസ് ചെല്ലുമ്പം സുവിശേഷം പറയാൻ വേണ്ടി പോകുന്നതാണ്. അപ്പൊ പൗലോസ് എന്താ ചെയ്യുന്നത്? അവിടെ കൂടാരപ്പണി ചെയ്ത് കാശുണ്ടാക്കി അവർക്കും കൊടുത്ത് അവരോട് സംസാരിക്കുകയാണ്. അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹത്തിന്റെ പവർ, ആരിൽ നിന്നൊന്നും വാങ്ങിക്കാതെ സ്നേഹത്തിന്റെ പവർ വെളിപ്പെടുത്തിയാണ് ഈ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടതെന്നുള്ളതാണ്. ഇന്നത്തെ പോലെ ഒരു കൊമേഴ്സ്യലൈസ്ഡ് എന്റർപ്രൈസ് ആയിരുന്നില്ല അന്നത്തെ പ്രസംഗം. ഇന്ന് മുഴുവൻ കൊമേഴ്സ്യലൈസ്ഡ് ആണ്. ഒരു 5 മിനിറ്റ് ഞാൻ ആർക്കെങ്കിലും വേണ്ടി സ്പെൻഡ് ചെയ്താൽ 5 മിനിറ്റിന്റെ കാശ് എനിക്ക് തരണം എന്നുള്ള ഒരു വെസ്റ്റേൺ ഫിലോസഫിയുടെ ഭാഗമാണ് ഇന്നത്തെ ശുശ്രൂഷകൾ മുഴുവൻ. അതിനകത്ത് സ്നേഹം എന്നൊരു എലമെന്റ് ഇല്ല. ഈ പുതിയ നിയമത്തിൽ പൗലോസ് അത്ര സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലോ എന്ന് ഞാൻ ആദ്യമൊക്കെ വിചാരിക്കുമായിരുന്നു. യോഹന്നാനല്ലേ മുഴുവൻ പറഞ്ഞേക്കുന്നത്. ഇന്നലെ ഗലാത്യലേഖനം 5 അധ്യായം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ പെരുമാറ്റം എവിടെ നിന്ന് വരുന്നതാണ്? കർത്താവ് തരുന്ന സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. ആ സ്നേഹം എന്ന വാക്ക് പലയിടത്തും പൗലോസ് എടുത്തു പറയുന്നുണ്ട്. സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം, നിർവ്യാജ വിശ്വാസത്താൽ വ്യാപരിക്കുന്ന സ്നേഹം, തിരിച്ചു മറിച്ചു. അപ്പൊ കർത്താവ് നമുക്ക് തരുന്ന ആ ഒരു റിലേഷൻഷിപ്പുകൾ എന്ന് പറയും. തെസ്സലോനിക്ക സഭയോട് ലേഖനം വായിക്കാൻ നമ്മൾ മനസ്സിലാകുന്നു എങ്ങനെയാണ് നമ്മൾ ഒരാളോട് പെരുമാറുന്നത് എന്നുള്ളത് നമ്മുടെ സുവിശേഷം എത്രമാത്രം റിയൽ ആണ് എന്നുള്ളതിന്റെ തെളിവാണ്. നമ്മൾ ആളുകളോട് ഇടപെടും, നമ്മൾ എങ്ങനെ എത്ര മനോഹരമായി പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ സുവിശേഷത്തിന്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടത്, ഹ്യൂമൻ റൈച്ചസ്നെസ്, മാനുഷികമായ നീതിയുള്ള ഒത്തിരി ആൾക്കാർ വെളിയിലുണ്ട്. എന്നാൽ അതിനേക്കാളും വലിയൊരു നീതിയായിട്ട് നമ്മൾ ചെന്നാൽ മാത്രമേ നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കൂ, നമ്മുടെ നീതി വിസിബിൾ ആവുകയും. ഇപ്പൊ വളരെയധികം നീതിയോടെ പ്രവർത്തിക്കുന്ന, സ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട് എന്നിരിക്കെ, വെളിയിലുണ്ടെന്നിരിക്കെ, നമ്മളതൊരു പരിശുദ്ധാത്മാവിന്റെ പവർ എന്ന് പറയുമ്പോൾ അവരെ കവിയുന്ന ഒരു സ്നേഹം, അവരെ കവിയുന്ന ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ആളുകൾ നമ്മളെക്കുറിച്ച് സ്നേഹമുള്ളവർ എന്ന് ശ്രദ്ധിക്കൂ. ഇന്ന് വിശ്വാസികളെ സ്നേഹമുള്ളവരെന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? ഇന്ന് വന്ന് നമ്മളും ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക കേരളത്തിൽ. ഇന്ന് പലരും പറയാൻ തുടങ്ങി, പെന്തക്കോസ്തുകാർക്ക് MLA വേണം, MP വേണം. പെന്തക്കോസ്തുകാർക്ക് വേണമായിരിക്കും, പക്ഷെ ക്രിസ്ത്യാനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അവൻ ഈ ലോകത്തിന്റെ പൗരനല്ല. അവനൊരു ഹിന്ദു MP യോ മുസ്ലിം MP യോ കൊണ്ട് ഒരു വിഷമവും ഇല്ല. കാരണം എന്താണ്? അവൻ ഈ ലോകത്തിലെ രാജ്യം അന്വേഷിക്കുന്നില്ല. എന്നാൽ പെന്തക്കോസ്തുകാർക്ക് വേണമായിരിക്കും, കാരണം ദേ വാണ്ട് ടു ബി എ പൊളിറ്റിക്കൽ ഫോഴ്സ്. എല്ലാ ഡിനോമിനേഷൻകാർക്കും അവരുടെ പവർ വേണം, പക്ഷെ ക്രിസ്തുവിന്റെ ജനത്തിന് ഇതിന്റെ ആവശ്യമില്ല. ഒരു ക്രിസ്ത്യാനിക്ക് കർത്താവിന്റെ ഐഹികമല്ലാത്ത രാജ്യത്തിൽ അവൻ തൃപ്തനാണ്. ഈസ് ഹാപ്പി ദെയർ. അത് പെർസിക്യൂഷൻ ആയാലും ബഹുകഷ്ടമായാലും ഹി ഈസ് ഹാപ്പി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇപ്പൊ ദൈവരാജ്യത്തിലേക്ക് വരാത്ത അനേകം പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് ദിസ് ഈസ് their ഓപ്ഷൻ, ദിസ് ഈസ് their വേ ahead. അപ്പോൾ ആ സ്നേഹമുണ്ടോ? ഇല്ല. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെ മാത്രം സ്നേഹിക്കും, നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെ മാത്രം പരിഗണിക്കും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഏത് വിശ്വാസത്തിലുള്ള MP ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സന്തോഷമാണ്. ആയിക്കോട്ടെ, അവരെല്ലാം ആയിക്കോട്ടെ. വി ആർ നോട്ട് ഇൻ ദാറ്റ് റേസ്. ഓക്കെ. അപ്പോൾ വാക്കുകളാൽ മാത്രമല്ല, ആത്മാവിനാൽ എന്ന് പറയുമ്പോൾ അതിന് പെരുമാറ്റത്തിലൂടെ മാത്രമല്ല അതിന്റെ മാനിഫെസ്റ്റേഷൻ വരുന്നത്.
ഇല്യൂമിനേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ആളുകളുടെ ഹൃദയത്തിൽ അത് വെളിച്ചമായി മാറും, ജീവനായി മാറും. നമുക്ക് ഒരേ സ്റ്റേറ്റ്മെന്റ് 10 പേർക്ക് ഒരേപോലെ വചനം പറയാം. അത് റീഫോംഡ് ഡോക്ട്രിൻ തട്ടിവിടാം, കർത്താവിന്റെ കൃപയെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ വേറൊരാളുടെ ജീവിതത്തിൽ അത് ഇല്യൂമിനേഷൻ ആയിട്ട് വരണമെങ്കിൽ ഈ ആത്മാവിന്റെ കമ്മ്യൂണിക്കേഷൻ അതിനകത്തുണ്ട്. അല്ല, ഇത് ഇല്യൂമിനേഷൻ ആവില്ല, തലയ്ക്കകത്തോട്ട് കയറത്തേ ഉള്ളൂ. തലയ്ക്കകത്തോട്ട് കയറി അതിനേക്കാൾ സ്പീഡിൽ ഇറങ്ങിപ്പോകും. ഇല്യൂമിനേഷൻ ഒരിക്കൽ സംഭവിച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ തലയ്ക്കകത്തോട്ട് കയറ്റി ഇറക്കി വിടുന്ന അനേകം പ്രസംഗങ്ങളുടെ ബഹുത്വത്തിനകത്ത് നമ്മൾ പെട്ടുപോകാതെ കർത്താവിന്റെ ആത്മാവിന്റെ കമ്മ്യൂണിക്കേഷൻ നമ്മളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിക്കുക, കഴിഞ്ഞ ഒരാഴ്ച ആത്മാവ് നിങ്ങളോട് എന്താ പറഞ്ഞത്, എന്താ പഠിപ്പിച്ചത്, ഏത് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു? ഞാൻ പേഴ്സണൽ ബൈബിൾ ഷെഡ്യൂളിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യം, ഹൗ ഡസ് ഗോഡ് ടേക്ക് us, വേർ ഡസ് ഗോഡ് ടേക്ക് us, എന്തിലോട്ടാണ് കർത്താവ് നമ്മളെ നയിക്കുന്നത്, ഏതൊരു റെവലേഷനിലേക്കാണ്. സോ ഇറ്റ്സ് വെരി പ്രഷ്യസ് ടു ലിസൺ ഫ്രം ദ ലോർഡ്. ഓക്കെ, അപ്പോൾ ഓരോ സമയത്തും ആത്മാവിന്റെ ശക്തിയാൽ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ പ്രകാശമായി മാറുകയും പാപബോധം ഉണ്ടാവുകയും ഈ വചനത്താൽ അവരുടെ ഇഷ്ടങ്ങൾ വീണ്ടും ജനിക്കുകയും ചെയ്യും. അതായത് റീജനറേഷൻ ഓഫ് ദ വിൽ. നമ്മുടെ വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ദ റീജനറേഷൻ ഓഫ് അവർ വിൽ. നമ്മുടെ ഇഷ്ടങ്ങൾ വീണ്ടും ജനിച്ചു ഒന്നുകൂടെ. പണ്ട് വേറെ കുറെ ഇഷ്ടങ്ങളായിരുന്നു, എന്നാൽ ഇന്ന് പുതിയ കുറെ ഇഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കുന്നു. ആണ് റീജനറേഷൻ ഓഫ് ദ വിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളുടെ വീണ്ടും ജനനം, നമ്മുടെ വീണ്ടും ജനനത്തിന്റെ തന്നെ ഭാഗമാണത്. വി ഹാവ് എ റീജനറേറ്റഡ് വിൽ. ഇതെങ്ങനെ സംഭവിക്കുന്ന? വചനത്തിന്റെ കേൾവി. ഇപ്പൊ വചനം പറയുമ്പോൾ അതിനകത്ത് ആത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാവുകയും അത് അവർക്ക് റീജനറേഷന് കാരണമാവുകയും അവരുടെ പാപങ്ങളെ കുറിച്ച് അവർക്ക് ബോധമുണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് വചനം പ്രസംഗിക്കപ്പെട്ടത്. അത് ദൈവത്തിന്റെ ശക്തി അവരോട് തെളിഞ്ഞു വന്നത് അവരുടെ ലൈഫിലൂടെയാണ്. ഞാനിത് പറയാനുള്ളൊരു കാരണം, ഞാൻ ബൈബിൾ കോളേജിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ, എൻ്റെ തലയ്ക്ക് പറ്റുന്നത്രയും വചനം പഠിച്ചു, തിയോളജി പഠിച്ചു. ഒരു നല്ല വിദ്യാർത്ഥി ആയിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. ആയിരിക്കും, കാരണം അക്കാഡമിക്കിലാണ് എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രയോജനം അതുകൊണ്ട് ഉണ്ടായില്ല. ഒരു മിഷൻ ലൈഫിലെ കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കയറി ഇറങ്ങി അത് ലൈഫ് എന്താണെന്നും പരാജയങ്ങൾ എന്താണെന്നും കർത്താവ് ആരാണെന്നും ഒക്കെ പഠിച്ച് മനസ്സിലാക്കാൻ ഒത്തിരി വർഷങ്ങളെടുത്തു. ഈ കർത്താവിന്റെ പഠനത്തിനകത്ത്, കർത്താവിന്റെ കൂടെയുള്ള പഠനം എന്ന് പറയുന്നത് വർഷങ്ങൾ നീണ്ടുനിന്ന പഠനമാണ്. അതിനകത്തോട് നമ്മൾ അനുഭവിച്ച കഷ്ടങ്ങൾ, ഈ അന്നത് കഷ്ടങ്ങളായിട്ട് തോന്നുന്നില്ലായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാലഘട്ടമുണ്ട്, ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു കാലഘട്ടം. അതാണ് ഈ വചനത്തിന് പവർ നൽകുന്നത്. ഞാൻ പറയുന്ന വചനത്തിന് പവർ ഉണ്ടെന്നല്ലേ പറഞ്ഞു വരുന്നത്. എല്ലാവരെയും ദൈവം അങ്ങനെ തന്നെ നടത്താൻ ആഗ്രഹിക്കുന്നു, അനുസരണത്തിലൂടെ. ഞങ്ങൾ പലയിടത്തും തോറ്റുപോയെങ്കിൽ ഇതിൽ ജയിക്കുന്ന മക്കൾ നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ട്. who is going much deeper than we went. ഈ പവർ എന്ന് പറയുന്നത് വെറുതെ നമ്മുടെ ചെയറിലിരുന്ന് തട്ടിവിടുമ്പോൾ ഉണ്ടാകുന്നതല്ല. അത് നമ്മൾ കർത്താവിനോട് നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ എല്ലാവർക്കും നമ്മുടേതായ ഒരു യാത്ര, ഒരു ആത്മീയ യാത്ര ഉണ്ടായിരിക്കണം. We need to have a spiritual journey with the Lord where we listen to the Lord and receive that life from the Holy Spirit. അപ്പോൾ ഇത് എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും കർത്താവ് വെച്ചിരിക്കുന്ന ഒരു വഴിയാണ് ലേൺ ഡിസിപ്ലിൻ ഫ്രം ഹിം, ലീവ് ദാറ്റ് ലൈഫ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ റീജനറേഷൻ ഓഫ് ദ വിൽ എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡിഡ് മൈ വിൽ റീജനറേറ്റ് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടതാണ്. ഓക്കെ, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങൾ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നെന്ന് അറിയുന്നുവല്ലോ.
ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികൾ ആയിത്തീർന്നു. അപ്പൊ കഷ്ടങ്ങൾ വന്നപ്പോൾ ഈ കഷ്ടത്തിന്റെ നടുവിൽ they became imitators of God and the disciples of. അതെങ്ങനെ സംഭവിച്ചത്? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇമിറ്റേഷൻ ഓഫ് ഗോഡ് അല്ല ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഇമിറ്റേഷൻ ഓഫ് ദ സെയിൻസ് എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നതാണ്? അത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നതാണ്. നമുക്ക് നോക്കി കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ക്രിസ്ത്യൻ ലൈഫ്. അത് ആത്മാവ് നമ്മളെ നയിക്കുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് കർത്താവിനെ അനുഗമിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ബഹുസന്തോഷത്തോടെ ക്രിസ്തുവിനെ അനുകരിക്കുന്ന കുറെ ആളുകളായിരുന്നു അവിടെ ഉണ്ട്. കഷ്ടത്തിന് നടുവിൽ നമുക്ക് പല വഴികളുണ്ട്. കഷ്ടം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ ഇവരെന്താ ചെയ്തത്? ഇവർ ബഹുകഷ്ടത്തിൽ ക്രിസ്തു അതെങ്ങനെ സഫർ ചെയ്തു എന്നുള്ള ആ ഒരു ഏകാഗ്രതയിലേക്ക് അവർ നടക്കുകയായിരുന്നു എന്നാണ് നമ്മൾ ഈ വാക്യം. അപ്പോൾ ഈ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ഒരു മഹാകഷ്ടത്തിന്റെ നടുവിൽ they sought to imitate Christ. അതൊരു ഭയങ്കര ടെസ്റ്റിമണി തന്നെ. ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്ന്. ശരിക്കും ഒരു ഡിസൈപ്പിൾ ഗുരുവിനെ പോലെ ആകാനാണ് ആഗ്രഹിക്കുന്നത്. എവറി ഡിസൈപ്പിൾ ഈസ് ആൻ ഇമിറ്റേറ്റർ ഓഫ് ക്രൈസ്റ്റ്. ആ ഇമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കി ഇങ്ങനെ അപ്പൻ ഇങ്ങനെ നോക്കി എന്താ ചെയ്യുന്നത് നോക്കി മക്കൾ ചെയ്യുന്ന പോലെയല്ല. ക്രിസ്തുവിനെ നയിച്ച അതേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഇറ്റ്സ് എ സ്പിരിച്വൽ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു ചൈൽഡ് ലൈക്ക് ഒബീഡിയൻസ് ആൻഡ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, അതാണ് നമ്മൾ തെസ്സലോനിക്ക ലേഖനങ്ങളിൽ കാണുന്നത്. ഈ വളരെ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ ഇതിനെ പലതരത്തിൽ നമുക്ക് നേരിടാം. ബഹുകഷ്ടങ്ങളുടെ നടുവിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ സാഹചര്യങ്ങളെ നേരിടുന്നത്? ചിലര് ഒരു സ്റ്റോയിക് മെന്റാലിറ്റി ഉള്ളവരാണ്. ഈ സ്റ്റോയിക് മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നാലും സാരമില്ല എന്നൊരു മെന്റാലിറ്റി, സ്റ്റോയിക് മെന്റാലിറ്റി. സ്റ്റോയിസിസം എന്ന് പറയുന്ന പഴയൊരു ഫിലോസഫിയാണ്. അത് റോമ ചക്രവർത്തിയായിരുന്ന മാർക്കസ് ഓറേലിയസ് എന്ന് പറയുന്ന ആൾ ഇതിന്റെ ആളായിരുന്നു, സ്റ്റോയിക്. കാരണം അവർ വിചാരിക്കുന്നത് ഈ ലോകത്തിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അതിനെക്കുറിച്ചൊന്നും പ്രിപ്പയർഡ് ആകേണ്ട കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിക്കും, സംഭവാമി യുഗേ യുഗേ എന്ന് പണ്ടും ആരോട് പറഞ്ഞ പോലെ. അതിനെയാണ് നമ്മൾ ഈ സ്റ്റോയിസിസം എന്ന് പറയുന്നത്. അവർക്ക് വലിയ സന്തോഷമൊന്നിനുമില്ല, വലിയ സങ്കടമൊന്നിനുമില്ല. സോ മൈൻഡ് ഈസ് ട്രെയിൻഡ് ലൈക്ക് ദാറ്റ്. സ്റ്റോയിക് മൈൻഡ് ഭയങ്കര കപ്പാസിറ്റി അവർ. ഇത് അങ്ങനെ വരുന്ന ഒരു കപ്പാസിറ്റിയെ കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ബഹുസമ്മർദ്ദത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ഒരാളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രഷർ അങ്ങിടുമ്പം, അല്ലെ, നമ്മൾ കരിമ്പിന്റെ കരിമ്പ് എടുത്തിട്ട് നമ്മൾ പ്രഷർ ആ ചക്കിനകത്ത് ടാട്ടിയാൽ എന്ത് സംഭവിക്കും? കരിമ്പിൻ ജ്യൂസ് വരും. ഈ ബഹു കഷ്ടത്തിന്റെ ആ ചക്കിനകത്തിട്ട് ഞെരിക്കുമ്പോൾ ആത്മാവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആത്മാവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ബഹുസന്തോഷമാണ്. ദാറ്റ്സ് an unexpected thing. ഈ രുചികരമായ മനോഹരമായ സന്തോഷമാണ് ഈ ചക്കിനകത്തുനിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന ആ സമ്മർദ്ദത്തിന് നടുവിൽ അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്തു? അതിഭയങ്കരമായ ഒരു ആവേശം കർത്താവിന്റെ സുവിശേഷത്തോടും അതുപോലെ കർത്താവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലും അവർക്കത് ഉണ്ടായി എന്നാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. അപ്പം നമുക്കും ഇന്ന് അതൊരു മാതൃകയായിട്ട് സ്വീകരിക്കാം. കാരണം തെസ്സലോനിക്ക സഭ അങ്ങനെയാണ് സുവിശേഷത്തോട് പ്രതികരിച്ചത്. ഓക്കെ, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്താലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയുവാൻ ആവശ്യമില്ല. അപ്പോൾ
ഇവിടെ നിന്ന് മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലുമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സങ്കല്പിക്കാം, ഒരു സഭ, ആ സഭയിൽ നിന്ന് വിശ്വാസം അടുത്തൊരു ദേശത്തേക്ക് സ്പ്രെഡ് ആവും. ഇപ്പൊ ഒരു സഭ തന്നെയാണ് ഒരു ദേശത്തെ കാവൽക്കാരായിട്ട് വെളിച്ചമാറ്റി. ആ സഭ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. ആ വിശ്വാസത്തിന്റെ എക്കോ മക്കദോന്യയിലും അഖായയിലും എല്ലാം കേൾക്കുന്നു. ഇപ്പൊ നമ്മുടെ ഒരു സഭ ഒരു ദേശത്തുണ്ടെങ്കിൽ ആ സഭ ക്രിസ്തുവിനെ എങ്ങനെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളത് ചുറ്റുമുള്ള ദേശങ്ങളിലേക്ക് എല്ലാം സ്പ്രെഡ് ആകുവാൻ, അതാണ് ഇവിടെ തെസ്സലോനിക്കസ് ലേഖനത്തിൽ സഭയിൽ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ട്രംപസ്റ്റ് ബ്ലാസ്റ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സൗണ്ടഡ് ഫോർത്ത് എന്ന വാക്ക് വിശ്വാസത്തിന്റെ വിളംബരം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ട്രംപറ്റ് സൗണ്ട് പോലെയായിരുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം ഒരു എക്കോ പോലെ അങ്ങ് പ്രചരിക്കുകയായിരുന്നു. ഓക്കെ, ഇറ്റ് ബിക്കംസ് എ റെസൊണേറ്റിംഗ് വിറ്റ്നസ്. ഇറ്റ്സ് ലൈക്ക് ആൻ എക്കോ എവ്രിവെയർ ഇറ്റ് ക്യാൻ ബി ഹേർഡ്. നമ്മുടെ ചുറ്റുമുള്ള ദേശത്ത്, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മൾ പോകുന്ന വഴിയിലെല്ലാം, നമ്മൾ സംസാരിക്കുന്ന വഴികളിലെല്ലാം, നമ്മൾ പോകുന്ന ചന്തയിൽ, എല്ലായിടത്തും ഈ ക്രിസ്തുവിന്റെ സാക്ഷ്യം ഇങ്ങനെ എക്കോ ആയിക്കൊണ്ടിരിക്കും. So that is what is mentioned here. Okay. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് തെസ്സലോനിക്കർക്ക് സംഭവിച്ചത്? അവരൊരു ഐഡൽസ്, വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടമായിരുന്നു. അപ്പൊ അവർ വിഗ്രഹങ്ങളും തിരിഞ്ഞു. അവർ ക്രിസ്തുവിലൂടെ ജീവനുള്ള ദൈവത്തെ സെർവ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറി. അത് ബഹു സന്തോഷത്തോടെ അങ്ങനെ സംഭവിച്ചു. ഓക്കെ, അപ്പൊ എന്താണ് ഈ കൺവേർഷനിൽ ഉണ്ടായത്? അവർ വിഗ്രഹങ്ങളെ വിട്ട് കർത്താവിനെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കാരായിരുന്നു. ഓക്കെ, അപ്പോൾ ലോകം മുഴുവൻ അവരുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. എങ്ങനെയാണ് ഒരു സഭ വളരുന്നത്? എങ്ങനെയാണ് ഒരു സഭ സാക്ഷ്യം വഹിക്കുന്നത്? എങ്ങനെയാണ് ഒരു സഭ ക്രിസ്തുവിനെ റിഫ്ലക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരാൾ ശുശ്രൂഷിക്കേണ്ടത്? എങ്ങനെയാണ് വചനത്തോട് പ്രതികരിക്കേണ്ടത്? വചനം എങ്ങനെയാണ് ഒരാളുടെ ഹൃദയത്തിൽ ഇല്യൂമിനേറ്റഡ് ആകുന്നത്? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കാണുന്നുണ്ട്. വളരെ റിച്ച് ആയിട്ടുള്ളൊരു അധ്യായമാണ് നമ്മുടെ സഭാ ജീവിതവും നമ്മുടെ വ്യക്തിപരമായ ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ചും ചിന്തിക്കുമ്പോൾ. ഓക്കെ, ഇനി 9-ാം വാക്യം പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രന് വരുവാനുള്ള കോപത്തിൽ നമ്മളെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്ന കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്നും അവർ തന്നെ പറയുന്നു. അപ്പൊ പ്രതിധ്വനി വരുന്ന സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ പറയുന്നത് എന്ത് മോശം ആൾക്കാരായിരുന്നു, വിഗ്രഹങ്ങളെ വണങ്ങി തോന്നിയ പോലെ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. പക്ഷെ അവർക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? അവർ ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ അവൻ മരിച്ചവരുടെ ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുന്നതിനുമായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാൻ. സോ ദേ ഹാഡ് എ ഹോപ്പ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിശ്വാസി ഒരിക്കലും പ്രത്യാശയില്ലാത്തവരായിരിക്കില്ല എന്നുള്ളതാണ്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും പ്രത്യാശ ഇല്ലാത്ത ഒരാളായിരിക്കാൻ സാധ്യമല്ല. ഓക്കെ, അതായത് വെയിറ്റ് ഫോർ ഹിസ് സൺ ഫ്രം ഹെവൻ, ജീസസ് ഹു ഡെലിവേഴ്സ് us ഫ്രം ദ wrath ടു കം. നമ്മളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കാൻ ശക്തനായ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടമാണ് ഒരു സഭ എന്ന് പറയുന്നത്. അല്ലാതെ എപ്പോ വിസ വരും നോക്കിയിരിക്കുന്ന കൂട്ടമല്ല, എപ്പം വിടുതൽ വരും, എപ്പോ കാശ് കിട്ടും നോക്കിയിരിക്കുന്ന കൂട്ടമല്ല ക്രിസ്തീയ ജനക്കൂട്ടം എന്ന് പറയുന്നത്. അവര് കർത്താവ് എപ്പോൾ ആകാശത്തിൽ തേജസ്സിൽ വരും എന്നുള്ള കാത്തിരിപ്പിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ ഈ വെയിറ്റിംഗ് എന്ന് പറയുന്നതും ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. പക്ഷെ നമ്മൾ ഓരോ പ്രസന്റ് ലൈഫിൽ നമ്മളോട് ജീവിക്കുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കുന്ന കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. കാത്തിരിപ്പിനൊരു ഫലമുണ്ട്, അല്ലെ? നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതം അതുപോലെ മാറിക്കൊണ്ടിരിക്കും. വി ആർ എസ്കറ്റോളജിക്കൽ പീപ്പിൾ, വി ആർ പീപ്പിൾ ഹു ബിലോങ് ടു ദ ഫ്യൂച്ചർ എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത്. ഓക്കെ, ഇനി വരുവാനുള്ള കോപത്തിൽ നിന്ന്, ഈ കോപം സകലരുടെ മേലും വരും, ഉറപ്പായിട്ടും വരും. കാരണം സിൻ വിൽ ഓൾവേസ് ബി ജഡ്ജ്ഡ് ആൻഡ് പണിഷ്ഡ്. ഓക്കെ, അപ്പോൾ അത് ഉറപ്പായിട്ട് നമുക്ക് വന്നിരിക്കും. പക്ഷെ അത് കർത്താവ് നമ്മുടെ സ്ഥാനത്ത് സഹിച്ചു. അതുകൊണ്ട് വരുവാനുള്ള കോപത്തിൽ നമ്മളെ
വിടുവിച്ചു. ഹി ബോർ ദാറ്റ് പണിഷ്മെന്റ് ഇൻ ഹിസ് ബോഡി. അതുകൊണ്ട് നമുക്ക് വരുവാനുള്ള കോപത്തിൽ ഇനി അകപ്പെടുകയില്ല. അതുകൊണ്ട് അവൻ വന്ന് നമ്മളെ ചേർത്തുകൊള്ളും, നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ബിക്കോസ് ക്രൈസ്റ്റ് ഓഫേർഡ് ഹിംസെൽഫ് ഫോർ അവർ സേക്ക് ഇൻ അവർ പ്ലേസ്. ഇതിനെയാണ് നമ്മൾ പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ആ ലോ റിക്വയർ ചെയ്തിരുന്ന ആ പനിഷ്മെന്റിനെ കർത്താവ് നമുക്കായി വഹിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രത്യാശയ്ക്കോ യാതൊരു പങ്കവും ഒരിക്കലും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത്? ഒന്ന്, നമ്മുടെ കൺവേർഷൻ എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ്. അത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. അത് നമ്മളെ സുവിശേഷം അടുത്തുള്ള ദേശങ്ങളിലേക്ക് എത്തിക്കുവാൻ ശക്തമാകുന്ന മിഷൻ നമ്മുടെ ഉള്ളിൽ നൽകുന്നതാണ്. അതുപോലെ നിത്യമായൊരു പ്രത്യാശ നമുക്ക് തരുന്നതാണ്. ഇതാണ് കണ്ടത്. പിന്നെ നമ്മൾ ഇലക്ഷനെ കുറിച്ച് കണ്ടു. എലക്ഷൻ ആൻഡ് അഷുറൻസ്. എലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവത്തിന്റെ സ്നേഹമാണ് എലക്ഷന്റെ അടിസ്ഥാനം. ദൈവം നമ്മളെ സ്നേഹിച്ചു. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ദൈവം നമ്മളെ സ്നേഹിച്ചു. അത് നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്ക് ഉറപ്പായി വരുന്നത് ആത്മാവ് നമ്മിൽ ഫലം പുറപ്പെടുവിച്ചു തുടങ്ങുമ്പോഴാണ്. അതാണ് നമ്മൾ രണ്ടാമത് കണ്ടത്. മൂന്നാമത് നമ്മൾ കണ്ടത് ചർച്ച് ഒരു സാക്ഷ്യം വഹിക്കുന്ന കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നതിനെ കുറിച്ചാണ്. ഇമിറ്റേറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഓഫ് ഹിസ് അപ്പോസിൽസ്. അപ്പോസ്തലന്മാർ എങ്ങനെയാണ് വിശ്വാസത്തിൽ ക്രിസ്തുവിനെ അനുഗമിച്ചതെന്നുള്ളതിനെ പിന്തുടർന്നുകൊണ്ട് അവരുടെ പിന്നാലെ ക്രിസ്തുവിന്റെ അനുകാരികളായി നടക്കുന്ന ഒരു കൂട്ടമായിരുന്നു തെസ്സലോനിക്കയിലെ സഭ എന്നുള്ളത് കൊണ്ട് ആ മെസ്സേജിന് അവർ സാക്ഷികളാവുകയും ഇമിറ്റേറ്റേഴ്സ് ആവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ അധികാരത്തോടു കൂടി സംസാരിക്കപ്പെടുകയും അവർ വളരെ സന്തോഷത്തോടുകൂടി ഇത് കൈക്കൊള്ളുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അവസാനം നമ്മൾ കണ്ട ഒരു കാര്യം ബഹുകഷ്ടം. അവസാനമല്ല, ഓർഡറിലല്ല ഞാൻ പറഞ്ഞത്. ബഹുകഷ്ടം എങ്ങനെയാണ് ആനന്ദം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു നോർമലായിട്ട് നമ്മൾ ഓരോ ക്രിസ്ത്യാനിയും അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത്? ഈ കഷ്ടത എന്ന് പറയുന്നത്. അത് ആനന്ദത്തെ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഈ വാക്യത്തിലൂടെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു സക്സസ് മെഷർ ചെയ്യുന്നത് എത്രമാത്രം ആള് കൂടി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ടെൻഡൻസി ഉണ്ട്. ദാവീദ് ആൾക്കാരെ എണ്ണിയ പോലെ നമുക്ക് എണ്ണാനൊരു ഭയങ്കര ടെൻഡൻസി ഉണ്ട്. സഭയിൽ വന്നിരിക്കും, നോക്ക് എത്ര പേര് വന്നിട്ടുണ്ട്, ഇന്ന് ഇടയ്ക്ക് സൂമിൽ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കും. കാരണം നമുക്കൊരു ടെൻഡൻസി ഉണ്ട് അങ്ങനെ നോക്കാൻ. നിങ്ങൾ നോക്കി കാണും ഓൾറെഡി. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ കരുതേണ്ട ഒരു കാര്യം, എത്ര പേര് കൂടുന്നു എന്നുള്ളത് ഒരു കാരണവശാലും ദൈവത്തിന് പ്രധാനമല്ല. ദൈവത്തിന് വേണ്ടവരെല്ലാം ദൈവം കൂട്ടിക്കൊണ്ടുവന്നോളും. നമ്മൾ പ്രവർത്തിക്കണം, പക്ഷെ കർത്താവ് തന്നെ കൂട്ടിക്കൊണ്ടുവന്നോളും. പക്ഷെ ശരിക്കും പ്രാധാന്യമുള്ളത് എങ്ങനെയാണ് ഈ കൺവേർഷൻ എക്സ്പീരിയൻസ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നതെന്നും എങ്ങനെയാണ് ഒരു സഭയ്ക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സാക്ഷികളായി മാറാൻ പറ്റുന്നു എന്നുള്ളതുമാണ് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ എത്ര പേരുണ്ടെന്നുള്ളതല്ല, നമ്മൾ വിശ്വാസത്തിലും ഫലം പുറപ്പെടുവിക്കുന്ന കാര്യത്തിലും ഉത്സാഹമുള്ളവരാണോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഓക്കെ, നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ന് പ്രാർത്ഥിച്ചോ, ഇന്ന് ബൈബിൾ വായിച്ചോ, കഴിഞ്ഞ ആഴ്ച ഫാസ്റ്റ് ചെയ്തോ? ഈ ചോദ്യത്തിന് പകരം കർത്താവ് എന്നെ ഈ ആഴ്ച എങ്ങനെയാണ് മാറ്റിയത് ചോദിച്ചു നോക്കി. ലൈഫിന് തന്നെ മാറ്റം. ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് നമുക്ക് വേണം, പ്രെയർ എല്ലാം വേണം. പക്ഷെ നമ്മുടെ ആത്മീക വളർച്ച പരിശോധിക്കുന്നത് അവിടെയല്ല. ആത്മീക വളർച്ച പരിശോധിക്കുന്നത് എന്തുമാത്രം ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ മറ്റു സൈഡിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ റിലീജിയനായിട്ട് വളരുമെങ്കിലും വിശ്വാസത്തിലോ ക്യാരക്ടറിലോ വളരില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഓൾവേസ് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വി ആർ ട്രാൻസ്ഫോംഡ് ഈച്ച് ഡേ. ഓരോ ദിവസം കർത്താവ് എങ്ങനെയാണ് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത കാര്യം, നമ്മൾ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ ഉത്സാഹമുള്ളവരുമായിരിക്കണം എന്നുള്ളതാണ് തിമോഥെയോസ് ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു കാര്യമല്ല, തണ്ടിന്മേൽ കൊളുത്തി വെച്ച് വിളക്ക് പോലെയാണ്. അത് അഖായയിലും മെക്കദോനിയയിലും മാത്രമല്ല, ലോകത്തിൽ മുഴുവൻ സ്പ്രെഡ് ആകേണ്ട ഒരു കാര്യമാണ്. സോ വി ഷാൽ നോട്ട് ബി അഷെയിംഡ് അബൌട്ട് അവർ ഫെയ്ത്ത് ആൻഡ് വി ഷാൽ പ്രൗഡ്ലി പ്രൊക്ലെയിം ദാറ്റ് വി ഹാവ് ദ ട്രൂത്ത്. വി ആർ കസ്റ്റോഡിയൻസ് ഓഫ് ഗോഡ്സ് ട്രൂത്ത്. ദൈവത്തിന്റെ സത്യത്തെ വഹിക്കുന്ന ചുമതല നമ്മുടെ മേലാണ് ദൈവം വെച്ചിരിക്കുന്നത് എന്നുള്ളതും നമ്മുടെ സഭയിൽ കർത്താവിനെ സാക്ഷിക്കുന്നതിന്, സഭയുടെ വെളിയില വിശ്വാസത്തെ കൊണ്ടു ചെല്ലുന്നതിനും നമ്മളെ ശക്തരാക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വിൽ മീറ്റ് അഗെയിൻ, ഗോഡ് വില്ലിംഗ്. വിൽ പ്രേ ആൻഡ് കൺക്ലൂഡ്. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അതിമഹത്തായ രക്ഷയെ
ഫലം പുറപ്പെടുവിക്കുന്ന തലത്തിലേക്ക്, വിശദീകരണത്തിലേക്ക് മാറ്റുവാൻ അങ്ങേക്ക് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസത്താൽ ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളെപ്പോഴും കഷ്ടതയിൽ നിന്ന് സന്തോഷം അനുഭവിക്കുന്നവരും കർത്താവ് അങ്ങേ പ്രകീർത്തിക്കുന്നവരും അങ്ങേ മഹത്വപ്പെടുന്നവരും ഒക്കെ എന്ന് കേട്ട വചനം മുഴുവൻ ഞങ്ങൾക്ക് ജീവനായി വരുവാൻ തക്കവണ്ണം ആത്മാവിന്റെ ശക്തി ഞങ്ങളിൽ അനുഭവിക്കാൻ സഹായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.